ഭീഷ്മരുടെ സരസയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ആക്ടിവിറ്റി ചെയ്യാൻ പോകണം. നമ്മുടെ കിടിലം പയ്യന്മാർ ഇവിടെ ഉണ്ട്, അവന്മാർ വെച്ചൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് പാന ഇങ്ങനെ വെക്കരുത്. പാലം കെട്ടണതല്ല, പാലമല്ല ഇത്, ഇങ്ങനെ വെക്കണം, വിടരുത് തകയിൽ. ഇതാണ് കണ്ടീഷൻ. ഓക്കെ ആണോ? പേപ്പറിനെ മടക്കാൻ പാടില്ല. മടക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 3 ഇങ്ങനെ മടക്കി വയ്ക്കാൻ പാടില്ല. അങ്ങനെയല്ല ഇങ്ങനെയല്ല വെക്കാൻ പറഞ്ഞത്. ഞാൻ ഓൾറെഡി ഇവ കിടിലാണ് കേട്ടോ, ഇവ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് എൻ്റെ പൊന്നെ കിടിലാണ്. ഇവന് ഒരു കൈയടി കൊടുക്കണം ഗൈസ്. അശ്വിൻ എന്തൊക്കെ ചെയ്യാൻ പോവാണ് ഗൈസ്. അത് വീണ്ടിരിക്കുകയാണ്. വേറെ പേന പേപ്പറിൻ്റെ മുകളിൽ വെച്ച് പോയി. അപ്പോൾ നമ്മളുണ്ടല്ലോ പേപ്പറിന് താണ്ട ഈ രീതിയിൽ ഇങ്ങനെ എടുക്കണം ഗൈസ്. ഈ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കണം. കണ്ടായിരുന്നോ? ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ദാണ്ട ഈ 2 ബ്ലോക്കുകൾക്കിടയിൽ ഞാൻ പേപ്പർ വെച്ചു. ഇനി നമ്മൾ ആ പേന, വെയിറ്റ് ഉള്ള പേന എവിടെ? അതാ കിട്ടിയത്. വെയിറ്റ് ഉള്ള നമ്മുടെ സെയിം പേനയാണ്. അത്യാവശ്യം വെയിറ്റ് ഉള്ള പേന ഇവിടെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് വീഴത്തില്ല ഗൈസ്. ഇതാണ് ആ ശരശയിൽ സംഭവിച്ചത്. നമ്മളെ ഭീഷ്മർ അപ്പൂപ്പനെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് കുറെ അമ്പുകളാണ്, ഇങ്ങനെ പിൻ പോയിന്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. വെയിറ്റിനെ സ്കാറ്റർ ചെയ്തെങ്കിൽ കളയും. അപ്പോൾ പുള്ളിക്ക് അവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റും. മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ അല്ലേ?